വയനാട് മുണ്ടക്കി ചൂരൽമലയിൽ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഭൂമി ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സത്യവാങ്മൂലം നൽകി. മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെന്നും സത്യവാങ്മൂലം പറയുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, L3 കാറ്റഗറിയിലുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചു. അത് സംസ്ഥാന സർക്കാരിന് അറിയിപ്പും കിട്ടി. നേരത്തെ അതിൽ വൈകിയത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിലും കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കുകയാണോ? അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ. ഹൈക്കോടതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് നേരത്തെ ഇന്നലെ സത്യവാങ്മൂലം നൽകിയത്. ഈ സത്യവാങ്മൂലത്തിന്റെ പകർപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. ഇക്കാര്യം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു എന്ന കാര്യവും കൂടി വ്യക്തമാക്കുന്നുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ എന്ന കാര്യവും കൂടി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തു എന്ന കാര്യവും കൂടി ഹൈക്കോടതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു. ഇന്ന് ഇത് സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മറുപടി നൽകിയത്. ദുരന്തബാധിതരുടെ ഭാഗം കേൾക്കാതെയാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസ തീരുമാനമെടുത്തതെന്ന് പ്രദേശവാസിയായ ബൈജു മാത്യൂസ് ഇന്ന് കക്ഷി ചേരാനുള്ള അപേക്ഷ ഹൈക്കോടതിയിൽ നൽകി ഹൈക്കോടതി അറിയിച്ചു. ഇത്തരം ആക്ഷേപങ്ങളുണ്ട് എങ്കിൽ അക്കാര്യം അമിക്കസ് ക്യൂറിയെ അറിയിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പ്രദേശവാസിക്ക് നിർദ്ദേശം നൽകി. ഒപ്പം ഈ പുനരധിവാസം സംബന്ധിച്ച വിഷയം അടുത്ത തവണ പരിഗണിക്കാമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി. ഈ വിഷയം വരുന്ന അടുത്ത വ്യാഴാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും.